അച്ഛ സ്തുതിയായിരിക്കട്ടെ. മൈക്കിളച്ചനായിട്ട് ഗാനരചനാ മേഖലകളിലും മറ്റും പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എത്തരത്തിലാണ്? പനശിക്കിളച്ചൻ എൻ്റെ ഹൃദയത്തിൽ ലൈവായിട്ട് നിൽക്കുന്നയാളാണ്. മരിച്ചപ്പോൾ പറയുന്നതല്ല, എൻ്റെ കഴിഞ്ഞ ധ്യാനത്തിലും പനശിക്കിളച്ചനെ ഞാൻ കോട്ട് ചെയ്യാറുണ്ട്. അച്ഛൻ പറഞ്ഞ ഒരു വളരെ നമ്മുടെ മനുഷ്യ മനസ്സിൽ പലതും പിന്നീടായിരിക്കുമല്ലോ വരുന്നത്. അച്ഛൻ പണ്ട് ഈ വെറുപ്പിൻ്റെ ശൃംഖലയെക്കുറിച്ച് പറയുമ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ചീട്ടുകൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ട് തട്ടുമ്പം 1, 2, 3, 4, 5 ചീട്ടുകൊട്ടാരം മൊത്തം വീഴും. അച്ഛൻ പറയുമായിരുന്നു, ഇടയ്ക്കൊന്നൊരു ചീട്ട് മാറ്റിയാൽ ആ പതനം അങ്ങ് നിൽക്കും. അപ്പം നമ്മളെ ഉപദ്രവിച്ചു, നമ്മൾ അടുത്ത തലമുറ ഉപദ്രവിച്ചു. അടുത്തിങ്ങനെ ഈ വെറുപ്പിൻ്റെ ശൃംഖലയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ക്ഷമിക്കാൻ തുടങ്ങിയാൽ ആ വെറുപ്പിൻ്റെ ശൃംഖല അങ്ങ് തീരും. പിന്നെ അച്ഛൻ്റെ കരുണയുടെ ടോക്കാണ് ഞാൻ ഇന്നും തുടരുന്നത്. അപ്പം അതുകൊണ്ട് പനശിക്കിളച്ചൻ എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ബ്രദറെ, ഗാനരചനാ മേഖലയിൽ അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ മൈക്കിളച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാവോ? ഏറെ ഓർമ്മകളുണ്ട് അച്ഛനെ കുറിച്ച്. എങ്കിൽ പോലും രചനയുടെ ആഴമായ ആ സ്പർശം, ആത്മാക്കളെ സ്പർശിക്കുന്ന അച്ഛൻ്റെ രചനയുടെ കാമ്പ് എനിക്കൊത്തിരി അനുഭവമായിട്ടുണ്ട്. ഒരുപാട് സ്നേഹനിർദ്ദേശങ്ങൾ എൻ്റെ രചനാ മേഖലയിൽ അച്ഛൻ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കുന്നൊരു നാഥ. ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ അത് തിരുനാമ കീർത്തനം പാടുവാനാണെന്നും അവദാനം ആലപിച്ചില്ലെങ്കിൽ ഈ ജീവിതം എന്തിന് എന്നുള്ള വലിയ അതിൻ്റെ ആന്തരിക അർത്ഥം എനിക്കേറെ സ്പർശമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എളിയ രചനാ മേഖലയിൽ കർത്താവിന് വേണ്ടി മാത്രം എഴുതുവാനും ഈ കർത്താവിന് വേണ്ടി മാത്രം പാടുവാനും ഒക്കെയുള്ള ഒരു ഉൾച്ചിന്ത ഹൃദയത്തിൽ ഉറവാനും തക്ക വിധം അച്ഛൻ്റെ രചനകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളായി നിറമനസ്സോടെ അച്ഛൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ഏറെ അനുഭവവും അഭിഷേകവും നൽകുന്ന രചനകൾ നൽകി അച്ഛൻ ആശീർവദിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ.